അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അല്ലല്ലോ. പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന്റെ പുറകിൽ ഉള്ളത് തീവ്രവാദ ശക്തികളാണ് എന്നാണ് പറഞ്ഞത്. 4,10,000 വോട്ടിന് അവർ ജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ സഹായത്തോടു കൂടിയാണ്. അതാണോ പറയേണ്ടത്? പിന്നെ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് എന്നാണ് ഇത്രയും പ്രശ്നം CPM-ന് ഉണ്ടായി തുടങ്ങിയത്? CPM പരസ്യമായി, ഞാൻ നിങ്ങൾക്ക് നോട്ടീസുകളും ബോർഡുകളുടെയും കോപ്പി കാണിച്ചു തരാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി എത്ര LDF ആളുകൾ മത്സരിച്ചിട്ടുണ്ട്? SDPI പിന്തുണയോടുകൂടി എത്ര ആളുകൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്? കേരളത്തിൽ 3 പതിറ്റാണ്ടായി ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തിട്ടുള്ളത് LDF-നെയാണ്. ഞാനൊക്കെ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും LDF സ്ഥാനാർത്ഥിയാണ് ജമാഅത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുന്നത്. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയോട് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി CPM-ന് വർഗീയ പാർട്ടിയായി മാറിയത്? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ, കോടിയേരി ബാലകൃഷ്ണൻ പോയിട്ടുണ്ടല്ലോ. ആ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി എന്ന് എത്ര LDF സ്ഥാനാർത്ഥികൾ എഴുതി വെച്ചിട്ടുണ്ട്? ഇപ്പോ SDPIയുടെ പിന്തുണ ഈരാറ്റുപേട്ടയിൽ SDPIക്ക് പിന്തുണ കൊടുത്തില്ലേ തെരഞ്ഞെടുപ്പിൽ? CPM-ന് ഒരു വാർഡ് കിട്ടിയത് 0 വോട്ടാണ്. CPM സ്ഥാനാർത്ഥിക്ക് 0 വോട്ട്, മുഴുവൻ വോട്ട് കംപ്ലീറ്റ് ആയിട്ട് SDPIക്ക് പറിച്ചു കൊടുത്തു. എത്ര സ്ഥലത്താണ് SDPI ആയിട്ട് ചേർന്ന് ധാരണ CPM ഉണ്ടാക്കിയത്? അപ്പൊ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതര പാർട്ടി, അവരുടെ കൂടെ നിന്ന് അവരെ വിമർശിച്ചാൽ വർഗീയ പാർട്ടി. CPM ആണ് ഇവർക്കെല്ലാം ലേബലിടുന്നത്. CPM-ന് എന്താണ് അവർ പറയുന്നതിന്റെ സാങ്കത്യം? അവരുടെ കൂടെ ആയിരുന്നില്ല ഇവരെല്ലാവരും. ഇപ്പൊ എന്താണ് ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഒരു ജമാഅത്ത് ഇസ്ലാമി വിരോധം, ഒരു മുസ്ലിം വിരോധം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ? അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് 35 ദിവസം CAA എന്നല്ലേ പിണറായി വിജയൻ ആവർത്തിച്ചത്? നിങ്ങൾ 35 ദിവസത്തെ ആദ്യത്തെ ജമ്മു കാശ്മീരിലും. എന്നിട്ട് ഹിന്ദുവിൽ ആ വാർത്ത വന്നു, അതിനെ തള്ളിപ്പറഞ്ഞു. ഹിന്ദു കറക്റ്റായി പറഞ്ഞു. എന്നിട്ട് ആ PR ഏജൻസി കൊടുത്ത PR ഏജൻസി മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ പറയാത്ത വാക്ക് എഴുതി കൊടുത്ത PR ഏജൻസിക്കെതിരെ കേസ് കൊടുത്തോ? ഞാനന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു MLA-യുടെ മകൻ മുൻ MLA-യുടെ മകൻ അടുത്തുണ്ടായിരുന്നു എന്നോട്. ആ MLA-യുടെ മകനെ വിളിച്ച് പട്ടിൽ പൊതിഞ്ഞൊരു ശകാരം പോലും ഞാനറിയാതെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വാർത്ത എഴുതി കൊടുത്തെന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. അപ്പൊ സെപ്റ്റംബർ 11-നും 21-നും 29-ാം തീയതി ഒറ്റ അജണ്ടയാണ്. അതാണ് കേരളത്തിലെ, ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ കേരളത്തിലെ CPM-ന്റെ അജണ്ട മാറി, അതാണ് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഒരു കാര്യം CPM മനസ്സിലാക്കിക്കോ, 87 EMSC രീതി എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. 87 അല്ല 2024. ഇവരങ്ങനെ എടുത്തു പൊക്കോട്ടെ, നമുക്ക് നല്ലതല്ലേ. പക്ഷെ നമുക്കുള്ള വിഷമം കേരളത്തിനെ ഇങ്ങനെ വർഗീയമായി കീറി മുറിക്കാൻ ഭരണകക്ഷിയായ CPM-ന്റെ നേതൃത്വത്തിൽ ശ്രമിക്കും. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം എന്താണെന്ന് കൂടി അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്, പൊതുസമൂഹത്തിനും ആഗ്രഹമുണ്ട്. ഈ ലൈനാണോ ഇടതുമുന്നണിയിലെ ബാക്കി കക്ഷികൾക്കും എന്ന്? അല്ല, സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് സംഘപരിവാറിന്റെ അജണ്ടയാണ് ആണല്ലോ. അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ, നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ. ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുക, അതിൽ നിന്ന് ഭൂരിപക്ഷത്തിന്റെ വോട്ട് പിടിച്ച് ജയിക്കുക, ആ ഒരു ഭൂരിപക്ഷ പ്രീണനം എന്ന് പറയുന്നത് സംഘപരിവാർ അജണ്ടയാണ്. അതിന് കൊടപിടിച്ചു കൊടുക്കുകയും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യം. അതല്ലേ ഡൽഹി പോയി നിങ്ങൾക്ക് ആർക്കും തന്നില്ലല്ലോ ഇവിടെ ഇന്റർവ്യൂ. നിങ്ങൾക്ക് ആർക്കും തരാത്ത ഇന്റർവ്യൂ ഡൽഹിയിൽ പോയി ദേശീയ ദിനപത്രം ഹിന്ദുവിന് കൊടുക്കുക. ഇവിടെ തരില്ല ആർക്കും ഇന്റർവ്യൂ, എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നിട്ടുണ്ടോ? തന്നില്ലല്ലോ. ഡൽഹി പോയി ഹിന്ദുവിന് കൊടുക്കുക. അപ്പൊ അത് അവിടുത്തെ എഡിഷനിൽ അടിച്ചു വരും. ഡൽഹിയിലെ യജമാനന്മാരെ സന്തോഷിപ്പിക്കാൻ അത് വലിയ ഉപകാരമാവും. അതൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ ചെയ്യുന്നത്. നിങ്ങളിതൊന്നും അറിയുന്നില്ലല്ലേ? നിങ്ങൾക്ക് തരാത്തൊരു ഇന്റർവ്യൂ ഡൽഹി പോയി ഹിന്ദുവിന് കൊടുത്ത്, അത് നിങ്ങൾ ചോദിക്കണ്ടേ? ശരി.